ഉപേന്ദ്ര എന്തരാ ഞാൻ കളിയാക്കുന്നല്ല, പുള്ളിയുടെ മീശയൊക്കെ പറ്റ വെട്ടി കളഞ്ഞപ്പോഴത്തേക്ക് മൂത്തൊരു കടുപ്പം എന്തോന്ന് അറിയില്ല. பரவாயில்ல, நான் தமிழ், அதனால நல்லா இருந்தா சொல்லுவேன். ഈ പഴയ പാട്ടിലെടുത്തിട്ട് സിനിമയിലെ ഒരു ഫൈറ്റ് സീൻ കൊറിയോഗ്രാഫി അത് ഓവർ റേറ്റഡ് ആയി തോന്നിയിട്ടുണ്ട് ഇപ്പോൾ. താല്പര്യമുണ്ട്. ആരെങ്കിലും അറിയിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സാറിൻ്റെ ആ പുതിയ പടത്തിൽ അഭിനയിക്കാൻ താല്പര്യം കാണിക്കുന്നതാണ്. താഴോട്ട് നോക്കുമ്പോൾ LKG മറ്റേ ബെർമൂഡ ഇട്ടോണ്ട് ഭാഷ, മാണിക്യ ഭാഷ. ഹലോ ഗായ്സ്, ട്രിവാൻഡ്രം ഹൈറ്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ കൂലിയുടെ റിവ്യൂ ആണ് എടുക്കാൻ പോകണം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് റിവ്യൂ. രജനീകാന്തിന്റെ മാസ് പടം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. രജനീകാന്ത് ഇടിച്ച് തുളച്ചളയും പാവത്തിന്. ഉപേന്ദ്ര എന്തരാ ഞാൻ കളിയാക്കുന്നല്ല, പുള്ളിയുടെ മീശയൊക്കെ പറ്റ വെട്ടി കളഞ്ഞപ്പോഴത്തേക്ക് മൂത്തൊരു കടുപ്പം എന്തോന്ന് അറിയില്ല. കടുപ്പം അറിഞ്ഞൂടാ, രണ്ടിന്റെ പോയില്ലെന്നാണ് തോന്നണത്. അമീർ ഖാൻ സാറിനെ ഞാൻ കുറ്റം പറയുന്നില്ല, ഞാൻ പുള്ളിയുടെ ഒരു ആരാധകനാണ്. കാര്യം അടിപൊളി നടനല്ലേ, കൊണ്ടുവന്നിട്ട് ആ ബോഡി ഷെയിമൊക്കെ ആ പടത്തിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമ്മളെ രോമൊക്കെ എണീക്കും. താഴോട്ട് നോക്കുമ്പോൾ LKG മറ്റേ ബെർമൂഡ ഇട്ടോണ്ട് പിന്നെ ഒരു കാജ വീഡിയോ കൂടെ രജനീകാന്ത് കൊടുത്ത് വലിക്കാറുണ്ട്. എന്തിന് പറയാറുണ്ട്, അങ്ങനെ കൂടെ തുലച്ചളാ. സൂപ്പർ, രജനീകാന്ത് സൂപ്പർ. நல்லா சூப்பர், பரவாயில்ல, நான் தமிழ், அதனால நல்லா இருந்தா சொல்லுவேன். எல்லாத்துக்குமே நல்ல இது இருக்குது, പക്കാവാ. ആവറേജ് മൂവി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുറച്ച് നേരം നമുക്ക് കണ്ടോണ്ടിരിക്കാം. നല്ലത്. രജനി സാറിന്റെ സ്ഥിരം ഒരു ഇതാ തന്നെയാണ്. ഇഷ്ടപ്പെട്ടു, പാട്ടൊക്കെ പൊളി, അടിപൊളി. താല്പര്യമുണ്ട്. ആരെങ്കിലും അറിയിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സാറിൻ്റെ ആ പുതിയ പടത്തിൽ അഭിനയിക്കാൻ താല്പര്യം കാണിക്കുന്നതാണ്. സൂപ്പർ പടമാണ്. എന്തോ അല്ല, ബാക്കിയുള്ള ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. അതായത് ഇപ്പം ഞാൻ പറയുമായിരുന്നു, രജനി സാറിൻ്റെ അഭിനയം എന്ന് പറയുന്നത് റിയലായിട്ടുള്ള ആക്ടിംഗ് ആണ്. അതായത് മുഖത്തെ എക്സ്പ്രഷന്, നടപ്പ്, ഇരിപ്പ്, നോട്ടം, ഇതൊക്കെയാണ് അഭിനയത്തിൻ്റെ കഴിവ്. മറ്റേ ആണെങ്കിൽ ആരായാലും വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ കാണിക്കാം. ഞാൻ ആരെയും ആർട്ടിസ്റ്റിനെ കുറ്റം പറയുന്നതല്ല, ഞാനൊരു ആർട്ടിസ്റ്റാണ്. മലയാളം സീരിയല്, ഷോർട്ട് ഫിലിമിലൊക്കെ ആക്ട് ചെയ്യുന്നൊരു ആളാണ്. എൻ്റെ പേര് സജീവ് വർഗീസ്, പേയാടാണ് താമസം. ഭാഷ, മാണിക്യ ഭാഷ. പക്ഷേ ഓവറോൾ അമീർ ഖാൻ വരുന്ന ആ ഒരു ടൈം തൊട്ട് നമുക്ക് റോളക്സിൻ്റെ അത്രയും ഒരു ഇതില്ലെങ്കിലും ഇമ്പാക്റ്റ് ഇല്ലെങ്കിലും ആ ഒരു ഹൈ മൊമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫുൾ വയലൻസ് അല്ല, ഒരു ഇമോഷൻ കണക്ട് ചെയ്ത് ബേസ് ചെയ്ത് പോയിട്ടുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ട്. ലോകേഷ് പടത്തിൽ അത്രയും ഒരു ഇമോഷൻ ടച്ച് നമുക്ക് എപ്പോഴെങ്കിലും മിസ്സാവാറുണ്ട്. അതുപോലെ തന്നെ ഈ പഴയ പാട്ടിലെടുത്തിട്ട് സിനിമയിലെ ഒരു ഫൈറ്റ് സീൻ കൊറിയോഗ്രാഫി അത് ഓവർ റേറ്റഡ് ആയി തോന്നിയിട്ടുണ്ട് ഇപ്പോൾ. അത്രേ ഉള്ളൂ. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് ഫിലിം, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് പേഴ്സണലി എനിക്ക് 10/10 ആണ്. എടുത്തു പറയേണ്ട പടത്തില് ഡയറക്ഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ക്യാമിയോ റോൾസ് എല്ലാം അടിപൊളിയായിരുന്നു. ജയിലറിന്റെ ലെവലൊന്നും വന്നില്ല, എന്നാലും അതിപ്പോ അതില് രണ്ടില് താഴെന്ന് പറയാം. ഒരേ ടൈപ്പ് കഥ ഇത്. രജനീകാന്തിന്റെ ഒരു മാസ്, അതായത് ജയിലറുടെ താഴെ നിൽക്കും. അമീർ ഖാൻ കൊള്ളാം. ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ, എന്നാലും പൊളി, ഒരു രക്ഷയല്ല, ഭയങ്കര ലുക്ക്. പക്ഷെ ഏറ്റവും അടിപൊളി ആമിർ ഖാനായിരുന്നു. സൗബിൻ സൂപ്പർ ആയിരുന്നു കേട്ടോ, അത് പറയാണ്ടിരിക്കാതെ സൗബിൻ പൊളിച്ചു, നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു.